ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടൊരു അലിഗേറ്റർ വർക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഗ്രോസ് ഗ്രെയിൻ റിബണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ബാർബി ഡോളിനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു റെഡ് റിബണിൽ വരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നോക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാൻ ഞാനിവിടെ ഒരു കുഞ്ഞു മിക്കി മൗസിനെ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫോം ഷീറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ത്രെഡ്, സ്കെയില്, സിസറ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു റിബണ് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവുകളൊന്ന് പറഞ്ഞുതരാം. ഈ പ്രിൻറ്റഡ് നമ്മുടെ ഡോട്ട് പ്രിൻ്റ് ആയിട്ട് വരുന്ന ഗ്രോസ് ഗ്രെയിനും പ്ലെയിൻ ആയിട്ട് വരുന്ന ഗ്രോസ് ഗ്രെയിനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്രോസ് ഗ്രെയിനിൽ ഞാൻ 12 സെൻറ്റിമീറ്ററിൽ വരുന്ന 2 പീസിനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിൽ നമ്മൾ 2 എണ്ണം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള ഗ്രോസ് ഗ്രെയിൻ റിബണിൽ നിന്ന് നമ്മൾ 19 സെൻറ്റിമീറ്ററിൽ 2 പീസിനെ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസിനെ നമ്മൾ 19 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കുഞ്ഞു പീസ് വെക്കണം സെൻറ്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 7 സെൻറ്റിമീറ്ററിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് അറ്റം നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൈറ്റർ എടുത്തിട്ട് ഞാൻ എല്ലാത്തിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് അറ്റൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു വശത്തേക്കുള്ളത് ആദ്യം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഡോട്ടഡ് ആയിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതും ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. കറക്റ്റ് സെൻറ്ററാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്താൽ, ജസ്റ്റ് ഒന്ന് ഉരുക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കിട്ടും കേട്ടോ. അതുപോലെ ഞാൻ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫോൾഡിങ്ങിലേക്ക് കടക്കാം. രണ്ടിനെയും ഞാൻ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. താഴ്ഭാഗത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു തുന്നിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഉരുക്കി എടുത്തിട്ട് അവിടെ ഒന്ന് ഫിക്സ് ആക്കി നിർത്തിയാലും മതി. ഞാനൊന്ന് ജസ്റ്റ് തുന്നിയെടുക്കുന്നുണ്ട്. അത് ഊരി പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സെൻറ്ററിലൊന്ന് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ താഴ്ഭാഗത്തേക്ക് നിൽക്കുന്ന ആ ഒരു കോൺ പാർട്ട് ഉണ്ടല്ലോ, അതിനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ റിബണ് എപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അവിടെ ഒന്ന് ഉരുക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെ കുറച്ച് വലുതാക്കി ഇട്ട് കൊടുത്താൽ മതി. റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ റിബണിലാണ് ഈ ഒരു വർക്കിനെ ചെയ്യുന്നത്. ചെറുത് അവിടെ തന്നെ ഉണ്ട്. 19 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുള്ള റിബണിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ശേഷം ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ടൈമിൽ കണ്ടോ, ഇതുപോലെ നമ്മൾ ബോ ആയി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്തേക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു പെറ്റൽ പോലെയൊക്കെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ അവിടെ നല്ല രീതിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്കൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഇനി ഇത് അഴിഞ്ഞു പോരില്ല, കണ്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആ ഡോട്ട് പ്രിൻ്റ് വരുന്ന ഭാഗം ഉൾവശത്തേക്കാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയും സെൻറ്റർ ഞാനിതാ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്.
ഇത് ഞാൻ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സെൻറ്റർ ഇങ്ങനെ തുന്നി കൊടുത്തു. ഇനി ഞാൻ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാതെ തന്നെ ഞാനൊന്ന് തുന്നിയെടുക്കുകയാണ്. ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കുറച്ചുകൂടി സിമ്പിളെന്ന് കേട്ടോ. കട്ട് ചെയ്യാതെ തുന്നിയെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യുന്നതാണ് സിമ്പിളെന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ത്രെഡിനെ വലിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, മറ്റേ പോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു വലുതിൻ്റെ മുകളിലേക്ക് ചെറുത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ചെറുതിനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ 2 ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. രണ്ടിനെയും നല്ല രീതിക്കൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊന്നുകൂടെ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ മറ്റൊന്നുകൂടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ത്രെഡിനെ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് അതൊന്ന് ഉണങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാൻ നമ്മുടെ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബണ് ഇങ്ങനെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് വെക്കണമെന്നില്ല. വീതി കുറഞ്ഞിട്ടുള്ള 1/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ റിബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ 2 സൈഡിലുള്ള ആ ഒരു ബോ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപേ ആയിട്ട്. ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലേ എന്ന് നോക്കിയിട്ട് ഞാൻ ഇതിനെ കറക്റ്റ് സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 2 വശവും നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ട് നമ്മൾ കൈവച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് വശത്ത് അലിഗേറ്റർ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഞാൻ അലിഗേറ്റർ ക്ലിപ്പിനെ ഫസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷമാണ് നമ്മൾ ഈ ഒരു റിബണ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗമ്മിനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ശേഷം അതിനെ ഓപ്പൺ ചെയ്ത് പിടിച്ചതിന് ശേഷം ഉൾവശത്തൂടെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ശേഷം അപ്പുറത്തുള്ള ആ ഒരു റിബണിനെ ഇപ്പുറത്തേക്ക് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിനെ സെൻറ്ററിലാക്കിയിട്ട് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അലിഗേറ്റർ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണുമ്പം നല്ല ഹെവി ലുക്കുള്ള ഒരു വർക്കായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ അലിഗേറ്റർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം സെൻറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്കി മൗസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മിക്കി മൗസിനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ബാക്ക് വശം ഞാൻ 2 തരത്തിലാണ് ഇതിൻ്റെ ബാക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ യെല്ലോ മറ്റൊരു തരത്തിലും റെഡ് മറ്റൊരു തരത്തിലുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യെല്ലോ കണ്ടോ, യെല്ലോ നമ്മൾ ബാക്ക് ഭാഗത്ത് നീറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോസ് സ്ക്രീൻ റിബണ് ആ ഒരു കറക്റ്റ് അളവിൽ അവിടെ കറക്റ്റായി നിൽക്കുന്ന ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അലിഗേറ്ററിനെ ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് നമ്മൾ അലിഗേറ്ററിനെ ഉൾവശത്താക്കിയിട്ട് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി നീറ്റായിട്ട് നിൽക്കുന്നതെന്നല്ലേ. അപ്പോൾ 2 തരത്തിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ഓൾ.